നമ്മൾ ഖത്തർ എയർപോർട്ട് വഴി ഒരുപാട് പേര് യാത്ര ചെയ്യുന്നതാണ്. നമ്മൾ ഖത്തർ എയർപോർട്ടിനുള്ളിൽ വലിയൊരു ഗാർഡൻ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഒരുപാട് പേർക്ക് അറിയാം, ഗാർഡനിൽ അറിയാത്തവരുണ്ട്. നമ്മൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് എങ്ങനെയാണ് പോകുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ബോർഡിങ്ങും ചെക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എസ്കലേറ്റർ വഴി താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ കാണുന്നത് മഞ്ഞ കളറിലുള്ള ടെഡി ബിയർ കേട്ടോ. അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് സി എന്ന് പറഞ്ഞിട്ട് ഒരു എൻട്രൻസ് കാണാം. അതുവഴിയാണ് നമ്മൾ അങ്ങോട്ട് പോകേണ്ടത്. നമ്മൾ സി എൻട്രൻസ് കൂടെ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് എൻഡിൽ റൗണ്ട് കാണാം കേട്ടോ. അവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗാർഡൻ കാണാൻ പറ്റും. നമ്മൾ ഈ ഗാർഡൻ അറിയപ്പെടുന്നത് ഇത് ഓർച്ചിഡ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എസ്കലേറ്റർ വഴി താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അതിമനോഹരമായ ഈ ഗാർഡൻ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ചുറ്റും ഒരുപാട് ഷോപ്പുകൾ, കോഫി ഷോപ്പുകളൊക്കെ നമുക്കുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കണക്ഷൻ ഫ്ലൈറ്റിനൊക്കെ വരുന്നവർക്ക് നല്ല സുഖം കേട്ടോ. 4-5 മണിക്കൂറൊക്കെ ഉള്ളവർക്ക് ഇവിടെ വന്നിട്ട് ഇരിക്കാനും അതേപോലെ റെസ്റ്റ് ചെയ്യാനും ഫുഡ് കഴിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സമയമുള്ളവർ മാത്രം പോകാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കുറച്ച് സമയം എടുക്കും. ഫ്ലൈറ്റ് മിസ്സായിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ. 1 മണിക്കൂർ മുന്നേ ഇറങ്ങിയാൽ നമുക്ക് സുഖമായിട്ട് കണ്ടു പോകാൻ പറ്റും. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോപ്പിൽ നിന്ന് ഒരു വാട്ടർ ഫൗണ്ട് ഉണ്ട്. നല്ല ഭംഗി കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വരുന്ന കാണാൻ നല്ല രസം കേട്ടോ. ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്പോട്ടുകളുണ്ട്. അതിന് പറ്റിയ ഒരു സ്പോട്ടാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയില്ല ഈ കാണുന്നത്. ഒരുപാട് പേര് ഇവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പോകുന്നത് കാണാൻ പറ്റും കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഫുഡ് കഴിക്കാൻ കണ്ടില്ലേ, ചെറിയൊരു എ ഫ്രെയിം പോലെ തന്നെ ഇവിടെ ഒരുപാട് ഫാമിലീസൊക്കെ ഇതിനുള്ളിൽ കയറിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണാൻ പറ്റും നമുക്ക്. അതേപോലെ തന്നെ ഇരിക്കാനൊക്കെ ഒരുപാട് സ്പോട്ടുകളുണ്ട് ഇവിടെ. ഇതിൻ്റെ മുകളിൽ ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട് കേട്ടോ. സ്റ്റെപ്പ് കയറി മുകളിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തം വ്യൂ ഒരു 360 നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് മൊത്തത്തിൽ ഇങ്ങനെ കാണാൻ. ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് കണക്ഷൻ ഫ്ലൈറ്റൊക്കെ ആയിട്ട് വരുന്നവർക്കാണ്. ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കാനും ഫുഡ് കഴിക്കാനൊക്കെ പറ്റിയ ഒരു ലൊക്കേഷനാണ്. ഖത്തർ എയർപോർട്ട് വഴി യാത്ര ചെയ്യുന്നവർക്ക് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ. നിങ്ങളുടെ സ്വന്തം വയനാട്.